ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോൻപ് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുള്ള കാലമല്ല, ദൈവത്തെ അറിയാനുള്ള കാലമാണ്. തിരിച്ചറിയണം, ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാനല്ല, ദൈവത്തെ അറിയാനുള്ള കാലമാണ്. 23-ാമത്തെ സങ്കീർത്തനം പാടാനായിട്ടൊരു ഗായകനോട് ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ച് ആവശ്യപ്പെടുന്നു. അതിപ്രശസ്തനായ ഗായകൻ. അയാൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ എനർജറ്റിക്കായിട്ട് ഈ 23-ാം സങ്കീർത്തനം പാടുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് കോരിത്തരിക്കുന്ന വിധത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനാലാപനം. അവരെല്ലാവരും അയാളെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു കുസൃതി തോന്നുന്നുണ്ട്. മുൻനിരയിലിരിക്കുന്ന വയോവൃദ്ധനായിട്ടുള്ളൊരു വൈദികൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അറിയാൻ പാടില്ലായിരിക്കുമെന്നുള്ള ചിന്തയിൽ നിന്ന്, ഒന്ന് കളിയാക്കാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് പറയണേ, അച്ഛൻ ഈ 23-ാം സങ്കീർത്തനം ഒന്ന് പാടാവും. ഈ മനുഷ്യൻ പതുക്കെ തൻ്റെ ഊന്നുവടിയെടുത്ത് ഒന്ന് ഊന്നിപ്പിടിച്ച് കണ്ണടച്ച് സങ്കീർത്തനത്തിൽ പറയണത് പോലെയുള്ള ആ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് തൻ്റെ മനസ്സിനെ മേയാൻ വിട്ട് പതിയെ പാടിത്തുടങ്ങി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പാട്ടായിരുന്നില്ല, പറച്ചിലായിരുന്നു അത്. പക്ഷേ അവിടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന വിധത്തിൽ ധ്യാനാത്മകമായിട്ടുള്ളൊരു റെസിറ്റേഷൻ. എല്ലാം കഴിഞ്ഞപ്പോൾ മിണ്ടാൻ പോലും കൈയടിക്കാൻ പോലും മറന്നു നിൽക്കുന്ന ജനങ്ങളുടെ നടുവിലൂടെ ആ വൈദികൻ നടന്നു പോകുന്ന ഊന്നുവടിയുടെ ശബ്ദം മാത്രം. ആ ഗായകനോട് ഇത് കഴിയുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, അങ്ങ് പാടിയതും അദ്ദേഹം പാടിയതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗായകൻ പറയുന്നുണ്ട്, അത് വളരെ സിമ്പിളാണ്. എനിക്ക് സങ്കീർത്തനം അറിയാം, അദ്ദേഹത്തിന് ഇടയനെയും. എനിക്ക് സങ്കീർത്തനം അറിയാം, അദ്ദേഹത്തിന് ഇടയനെയും. ദൈവത്തെ തിരിച്ചറിയാനുള്ള കാലമാണെന്ന്. ആ ദൈവത്തെ തിരിച്ചറിയാത്ത മനുഷ്യര്, ദൈവത്തെക്കുറിച്ച് മാത്രമുള്ള അറിവുള്ള മനുഷ്യരെ നരകം വെല്ലുവിളിക്കും. 4-ാമത്തെ അധ്യായം, നടപടി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്താനായിട്ടൊരു മനുഷ്യൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. പൗലോസ് പ്രസംഗിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഇവനിൽ നിന്ന് പുറത്തു പോവുക. സാത്താൻ അയാൾക്കെതിരെ ഇങ്ങനെ പ്രകോപിതനാകുന്നുണ്ട്. ഒച്ചയെടുത്തിട്ടാ ചോദിക്കണേ, കളിയാക്കിക്കൊണ്ടാ ചോദിക്കുന്നത്, അപഹസിച്ചിട്ടാ ചോദിക്കണേ. യേശുക്രിസ്തുവിനെ എനിക്കറിയാം, നീ പറഞ്ഞ പൗലോസിനെയും എനിക്കറിയാം. പക്ഷേ പൗലോസ് പറഞ്ഞ അറിവ് മാത്രം യേശുവിനെ കുറിച്ചുള്ള നീ ആരാണ് എന്നോട് കൽപ്പിക്കാൻ? യേശുവിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞ അറിവ് മാത്രമുള്ള നീ ആരാണ് എന്നോട് കൽപ്പിക്കാൻ? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല. ദൈവത്തെ അറിഞ്ഞ മനുഷ്യർക്കേ നരകത്തെ വെല്ലുവിളിക്കാൻ പറ്റുള്ളൂ, സാത്താനെതിരെ പോരാടാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവത്തെ അറിയാനുള്ള കാലഘട്ടമായി ഇത് മാറട്ടെ എന്ന് മാത്രം സ്നേഹപൂർവ്വം പ്രാർത്ഥന.